Hi all. Your mental health is just as important as your physical health. It's me Lindo. Welcome back to Trading Milestone. നമുക്കറിയാമല്ലേ ഈ ട്രേഡർ എന്നുള്ള ജോബ് അത്രയ്ക്ക് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല അല്ലേ. അതായത് ഈ മാർക്കറ്റിൻ്റെ എൻവയോൺമെൻറ്റിനനുസരിച്ചിട്ട് നമ്മുടെ മൂഡ് സ്വിങ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ മൂഡ് ചേഞ്ചസ് വരുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് ഓവറായിട്ടുള്ള ടെൻഷൻസ്, സ്ട്രെയിൻ, ശരിക്കും നമ്മൾ മെൻ്റലി വളരെ സ്ട്രെയിൻ ചെയ്യുന്നൊരു ഫീൽഡാണ് ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതിപ്പോൾ സക്സസ് ആയാലും ശരി, ലോസ് ആയാലും ശരി, നമ്മൾ ഈക്വലി ഒരു സ്ട്രെയിൻ അനുഭവിക്കുന്നുണ്ടല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ലോസസിൻ്റെ പെയിൻ എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ പ്രോഫിറ്റ്സിൻ്റെ ആ ഒരു ഹാപ്പിനെസ്സിനോട് തുല്യമായിട്ട് വരുന്ന ഒരു പെയിനാണെന്നുള്ളത്. ഈ മാറി മാറി വരുന്ന നമ്മുടെ ഇമോഷൻസ്, അത് എങ്ങനെയൊക്കെ നമ്മളെ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലത്തിലേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ബാഡായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് മെൻ്റൽ ഹെൽത്ത് ആണല്ലോ എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത്. ഈവൻ നമ്മളൊരു കാര്യത്തിൽ ഫെയിൽ ആയിട്ടുണ്ട് എങ്കിൽ പോലും നല്ല ഒരു മെൻ്റൽ ഹെൽത്ത് ഉള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഈസി ആയിട്ട് ആ ഒരു പ്രോബ്ലംസിനെ ഓവർകം ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിപ്പോൾ സിറ്റുവേഷനിലാണെങ്കിലും ശരി, ജോലിയാണെങ്കിലും ശരി, ഈവൻ ലൈഫിലായാലും അങ്ങനെ തന്നെയാണ്. ഇന്ന് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത് ട്രേഡേഴ്സ് അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട മെൻ്റൽ ഡിസോർഡേഴ്സിനെ പറ്റിയിട്ടാണ്. മെൻ്റൽ ഡിസോർഡർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ ട്രേഡിംഗ് ലൈഫിൽ നിങ്ങൾ ചിലപ്പോൾ ഓവറായിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന ആളാവാം, അല്ലെങ്കിൽ ഓവറായിട്ട് ലോസസ് കൊണ്ടു നടക്കുന്ന ആളാവാം. എങ്ങനെയുള്ള വ്യക്തിയാണെങ്കിലും ശരി, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, ഈ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസിന് എന്തെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചെയ്തില്ല എങ്കിൽ കാലങ്ങൾ കഴിയും തോറും ഈ ഒരു പ്രോബ്ലംസ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ വളരുകയാണ്. അത് പിന്നീട് മറ്റു പല പ്രശ്നങ്ങളിലേക്ക് മാറുകയും, കറക്റ്റായിട്ടുള്ള ടൈമിൽ ഈ പ്രോബ്ലംസിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ അത് ചിലപ്പോൾ നമ്മെ ചേർന്ന് നിൽക്കുന്ന ആളുകളിലേക്കും അത് വ്യാപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഇതിലേതെങ്കിലും ഒരു മെൻ്റൽ ഡിസോർഡറിന് എനിക്ക് കാരണമാകുന്നുണ്ടോ, എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു ഫീലിംഗ് ഞാൻ അനുഭവിക്കുന്നുണ്ടോ. ഇത് ട്രേഡേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അതിൽ തന്നെ പ്രധാനമായിട്ട് നമുക്ക് പറയാം ആങ്സൈറ്റി ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ട്. നമുക്കറിയാം, ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ആങ്സൈറ്റി എന്ന് പറയുന്നത് അവൻ്റെ കൂടെ തന്നെ ഉള്ളൊരു പ്രോസസ്സാണ് അല്ലേ. അപ്പം ആങ്സൈറ്റി ഇല്ലാതെ ഒരു ട്രേഡറെ നമുക്ക് കണ്ടെത്താനായിട്ട് പോലും സാധിക്കത്തില്ല. പക്ഷേ ഇതെങ്ങനെയാണ് ഡിസോർഡറിലേക്ക് പോകുന്നത്? ആങ്സൈറ്റി ഡിസോർഡേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ സാധിക്കും. പെർഫോമൻസ് ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ട്, ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. അതായത് പെർഫോമൻസ് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രഷറാണ് നമ്മളെ പ്രോഫിറ്റബിൾ ട്രേഡിലേക്ക് സൃഷ്ടിക്കുന്നത് അല്ലേ. അതായത് ഒരു പ്രോഫിറ്റബിൾ ട്രേഡ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വളരെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രഷർ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഒരു ആങ്സൈറ്റി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഈ ട്രേഡിൽ നിന്ന് നമുക്ക് ഏൺ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം, ഇതെല്ലാം ഒരു ആങ്സൈറ്റിയിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട്. അവിടെയാണ് ആങ്സൈറ്റി ഡിസോർഡറിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മാർക്കറ്റിൻ്റെ അൺസർട്ടനിറ്റി എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മളെ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡറിലേക്ക് നയിക്കുന്നു. അതായത് മാർക്കറ്റിൽ പെട്ടെന്നൊരു അനിശ്ചിതത്വം വരുന്ന ഒരവസ്ഥ. അപ്പോൾ നമുക്ക് എപ്പോഴും ആങ്സൈറ്റിയാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിൽ തന്നെ ഇരിക്കുകയാണ്, അപ്പോൾ പെട്ടെന്നൊരു അനിശ്ചിതാവസ്ഥ വന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്താവുന്നു, അവിടെ പേഴ്സണലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡറിലേക്ക് നമ്മൾ മാറുകയാണ്. നമ്മളത് അറിയുന്നില്ല. ഇപ്പോൾ ഇതൊരു അവസ്ഥയാണ്, നമ്മുടെ ഓരോ ഇമോഷൻസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഓരോ അവസ്ഥകളാണ്. അപ്പം ജസ്റ്റ് ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ ആങ്ഷ്യസ് ആവുക എന്നുള്ളത് ലൈഫിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റിയൊരു കാര്യമല്ല. പക്ഷേ ഞാൻ ആങ്ഷ്യസ് ആണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും അതവിടെ കുറച്ച് കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഇപ്പോൾ ഇതിന് നമുക്കൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ, മാർക്കറ്റിൽ നിങ്ങൾ ഇരിക്കുമ്പം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആണോ വരുന്നതെന്ന് ചിന്തിക്കുക നിങ്ങളുടെ ഉള്ളിലേക്ക്. അതൊരു വേ ഓഫ് ആങ്സൈറ്റി ആയിട്ട് നമുക്കതിനെ കാണാനായിട്ട് സാധിക്കും. അതായത് ഇപ്പം ഒരു ക്വസ്റ്റ്യൻസ് വരികയാണ്, എനിക്ക് ട്രേഡ് കിട്ടുമോ, മാർക്കറ്റ് മുകളിലോട്ട് പോകുമോ, മാർക്കറ്റിൽ പെട്ടെന്ന് എന്തെങ്കിലും അൺസർട്ടനിറ്റി ഉണ്ടാകുമോ, അപ്പം ഇങ്ങനെ ഓൾവേസ് ഇങ്ങനെ നമ്മുടെ മനസ്സിലോട്ട് ക്വസ്റ്റ്യൻസ് വരികയാണ്. അപ്പം അത് ഇറ്റ് ലീഡ്സ് ടു ആങ്സൈറ്റി ഡിസോർഡേഴ്സ്. സോ നമ്മളത് വളരെ കെയർഫുള്ളായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ആങ്സൈറ്റിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്?
ആങ്സൈറ്റി എങ്ങനെ ഒഴിവാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും, ഞാനത് പറയാം. അപ്പം അതിനു മുമ്പ് ആദ്യം ഞാൻ കുറച്ച് ഡിസോർഡേഴ്സിനെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം ഓരോന്നിൻ്റെയും നമുക്ക് ചെയ്യാൻ പറ്റിയ സൊല്യൂഷൻസ് എങ്ങനെ ഇതിനെ ഓവർകം ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ പറയാം. ഇപ്പം ഈ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നതാണ് ആങ്സൈറ്റി ഡിസോർഡേഴ്സ്. അത് 2 തരത്തിലാണുള്ളത്. അപ്പം നമ്മളത് തിരിച്ചറിയുക, നമ്മളത് ഏതാണ്, നമ്മളതിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും കറക്റ്റായിട്ടുള്ള വേയിൽ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാനിതിങ്ങനെ സൈക്കോളജിക്കൽ ഫാക്ടർ നിങ്ങൾക്കെല്ലാം ഡിസോർഡേഴ്സ് ആണ്, മെൻ്റൽ പ്രോബ്ലംസ് ആണ്, അതൊന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആസ് എ ട്രേഡർ എന്നുള്ള നിലയിലാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. കാരണം ഇത് ഞാനും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. വർഷങ്ങളായിട്ടുള്ള എൻ്റെ ട്രേഡിംഗ് ലൈഫിൽ ഈ പ്രോബ്ലംസിനെ എല്ലാം ഞാൻ ഫേസ് ചെയ്യുകയും ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാത്തിനെയും ഓവർകം ചെയ്ത് വന്നിരിക്കുന്നു എന്നുള്ളൊരു ലെവലിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതും ഇതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നതും. ചില ആളുകളുണ്ട്, ട്രേഡർ എന്നുള്ളൊരു പേരുണ്ട്, അപ്പം നല്ലൊരു ട്രേഡറാണ്, അത്യാവശ്യം പ്രോഫിറ്റും ഏൺ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ ഇങ്ങനെയുള്ള ചില പ്രോബ്ലംസ് അവരുടെ മെൻ്റൽ ഹെൽത്തിനെ സാരമായി ബാധിക്കുന്നുണ്ടാവും. ചിലപ്പോൾ അവരത് അറിയുന്നുണ്ടാവാം, പക്ഷേ അറിയാത്ത പോലെ അവരത് ലൈഫിൽ കൊണ്ടു നടക്കുന്നുണ്ടാവും. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് തിരിച്ചറിയുക എന്താണ് നമ്മുടെ പ്രോബ്ലം. ഈ ട്രേഡിങ്ങിൽ എനിക്ക് വരുന്ന ഏത് ഇഷ്യൂ മൂലമാണ് അത് എൻ്റെ മെൻ്റൽ ഹെൽത്തിലേക്ക് ബാധിക്കുന്നത്. നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ സ്ട്രെയിൻ ചെയ്യുന്ന ഒരു കാര്യത്തിലും നമ്മൾ ഓവറായിട്ട് ഇൻവോൾവ്ഡ് ആകേണ്ടതായിട്ടില്ല. കാരണം ബേസിക്കലി മെൻ്റൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു കാര്യത്തിനും നമുക്ക് വിജയങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മളെന്നും ഒരേ ലെവലിൽ പോകാനല്ലല്ലോ ആഗ്രഹിക്കുന്നത്. എല്ലാവരും വിജയങ്ങളിലേക്ക് പോകണം, എനിക്ക് കുറച്ചുകൂടി ഏൺ ചെയ്യണം, കുറച്ചുകൂടി സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യണം. ഇതാണ് ഓൾമോസ്റ്റ് എല്ലാ ട്രേഡേഴ്സും എയിം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. സോ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ അവഗണിക്കാതിരിക്കുക. ഓരോ ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് നോക്കുക, പഠനം നടത്തുക, അതിൽ നിന്നെല്ലാം ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രധാനമായിട്ടുള്ള മറ്റൊരു പ്രോബ്ലമാണ് ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥ. ഈ ഡിപ്രഷൻ കൂടുതലായിട്ടും കണ്ടുവരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ലോസസ് ഹോൾഡ് ചെയ്യുന്നവരിലാണ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരം ലോസുകൾ മാത്രം കിട്ടുന്ന ആളുകൾക്കാണ് ഡിപ്രഷൻ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതായത് ഏത് ട്രേഡ് എടുത്താലും അത് ലോസ് വരുന്ന അങ്ങനെയുള്ള സിറ്റുവേഷനുള്ള ആളുകളുണ്ട്. അപ്പം ആ ഒരു സ്റ്റേജിൽ ആളുകൾ ഡിപ്രഷനിലേക്ക് പോവുകയാണ്. പക്ഷേ അത് ചിലപ്പോൾ അവർ തിരിച്ചറിയുന്നില്ല. കുറേ നാളുകൾക്ക് ശേഷമായിരിക്കാം അവർക്ക് മനസ്സിലാകുന്നത് താങ്കൾക്ക് ഡിപ്രഷൻ എന്നുള്ളൊരു അവസ്ഥയുണ്ട് എന്നുള്ളൊരു കാര്യം. അതായത് ഒരു പ്രതീക്ഷയില്ലാത്ത ഒരവസ്ഥ, ഒരു ഇറിറ്റബിലിറ്റി. അതായത് ഓൾമോസ്റ്റ് അവർ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, എനിക്ക് മാർക്കറ്റിൽ നിന്നൊന്നും കിട്ടുന്നില്ലല്ലോ, ഞാൻ ഈ പ്രൊഫഷനിൽ നിന്നിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല, അപ്പോൾ ഈ എനിക്കൊരു പ്രതീക്ഷയില്ല, ഇനി മുമ്പോട്ട് എനിക്ക് രക്ഷപ്പെടാനേ സാധിക്കത്തില്ല. അപ്പം അവരൊക്കെ ചിലപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് തന്നെ വളരെ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ നല്ല മോട്ടിവേഷൻ്റെ ബേസിലായിരിക്കാം അവർ വന്നിട്ടുണ്ടാവുക. ചില ആളുകൾ അല്ലെങ്കിൽ മോട്ടിവേഷണൽ സ്പീക്കേഴ്സോ അല്ലെങ്കിൽ സക്സസ് ആയിട്ടുള്ള ആളുകളെയൊക്കെ കണ്ടിട്ടാവാം ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. അപ്പം വരികയും അവരുടെ ഹെൽത്തിൻ്റെയും വെൽത്തിൻ്റെയും നല്ലൊരു ശതമാനം അവരവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ കണ്ടിന്യൂസ്ലി ലോസസ് വരുമ്പോഴേക്കും ഇനി ഒന്നിനും പറ്റില്ല, ഇനി എനിക്ക് ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ പറ്റില്ല എന്നൊരു സ്റ്റേജിലേക്ക്, ഒരു ഡിപ്രഷനിലേക്ക് അവർ മാറുകയാണ്. അവർക്ക് വേറൊരു ഫീൽഡിലേക്ക് പോകാനും കഴിയാത്ത അവസ്ഥ. ചില ആളുകളുണ്ട്, അവർ ട്രേഡിങ്ങിലേക്ക് വന്നിട്ടുണ്ട്, അതാണ് പറഞ്ഞത്, അവരുടെ വെൽത്തിൻ്റെ ഒരു നല്ല ശതമാനം അവരവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അവർ നന്നായിട്ട് പഠിച്ചതുമാകാം. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ടോ മാർക്കറ്റിലെ ചില പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അവർ സെലക്ട് ചെയ്ത സ്ട്രാറ്റജീസിൻ്റെ ചില പ്രോബ്ലംസോ എന്തെങ്കിലുമൊക്കെ ആവാം അവരെ ഡിപ്രഷനിലേക്ക് നയിക്കുന്നത്. പക്ഷേ അവിടെ ഡിപ്രഷൻ വന്ന് നമ്മൾ നിൽക്കുകയല്ല ചെയ്യേണ്ടത്. നമുക്ക് ഒരു പാഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഡിപ്രഷൻ വന്ന ആ ഒരു മേഖലയിൽ നിന്ന് തന്നെ നമുക്ക് ഉയർന്നു വരാനായിട്ട് സാധിക്കും. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരവസ്ഥ, OCD എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാം. ഇത് എങ്ങനെയുള്ളവരിലാണ് വരുന്നതെന്ന് അറിയാമോ? ഇങ്ങനെയുള്ള ആളുകൾ കമ്പൾസീവായിട്ട് ഈ ട്രേഡിംഗ് സെറ്റപ്പുകൾ റീചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെർഫെക്റ്റിന് വേണ്ടിയിട്ട്. പെർഫെക്ഷനിസം, അത് ഞാൻ അടുത്തൊരു പോയിൻ്റായിട്ട് പറയാം പെർഫെക്ഷനിസത്തെ കുറിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ ഇന്ന് സംഭവിക്കുന്നത് ചോദിച്ചാൽ, ട്രേഡ് മിസ്സാകുന്ന കാര്യം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു. ഈ ഒരു ഡിസോർഡർ ഉള്ള വ്യക്തികൾക്കാണ് ട്രേഡ്സ് മിസ്സാകുന്നത്. കാരണം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ തന്നെ അവർ റീചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കറക്റ്റാണോ, മാർക്കറ്റ് ഡേറ്റ കറക്റ്റാണോ, അനലൈസേഷൻ മെത്തേഡുകൾ കറക്റ്റാണോ, ഇങ്ങനെ റീചെക്ക് ചെയ്ത് അവരുടെ മാർക്കറ്റിൽ സമയം പോവുകയാണ്. ഇൻട്രാഡേ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇൻട്രാഡേയിൽ നമ്മൾ കറക്റ്റ് മൂവ്മെൻറ്റിൽ നമ്മൾ ട്രേഡ് എടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് ആ ട്രേഡ് അവിടെ മിസ്സാകും.
അതുകൊണ്ട് തന്നെ ഈ ഒരു റീചെക്ക് ചെയ്യുന്ന ഈ ഒരു ഹാബിറ്റുള്ള വ്യക്തികളെ സംബന്ധിച്ച് ആ ഒരു ട്രേഡ് ഒരു കാരണവശാലും അവിടെ കിട്ടത്തില്ല. അങ്ങനെ കിട്ടാതെ വരുമ്പോഴത്തേക്കും എന്ത് തെറ്റുന്നു, അവർ ട്രേഡിലേക്ക് ഇടയ്ക്ക് വന്നിട്ട് പെട്ടെന്ന് വന്ന് എൻ്റർ ആവുന്ന അവസ്ഥ. അത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞു, ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ. അങ്ങനെ വരുമ്പോൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത് മാറിപ്പോകുന്നു, ടാർഗറ്റ് പ്രശ്നം വരുന്നു, അങ്ങനെ മൊത്തത്തിൽ കൺഫ്യൂഷൻ വരുന്നു, റിവെഞ്ച് ട്രേഡ് വരുന്നു, ലോസസ് വരുന്നു. അത് വേറൊരു തലങ്ങളിലേക്ക് അത് കൊണ്ടുപോകുന്നു. അപ്പം ഈ ഒരു ഡിസോർഡർ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. ഒരു പെർഫെക്റ്റ് ആണോ എന്നറിയാനായിട്ട്, അല്ലെങ്കിൽ കമ്പൾസീവ്ലി നമ്മളവിടെ ട്രേഡ്സ് റീചെക്ക് ചെയ്യാനായിട്ട് തയ്യാറാവുന്ന ഒരു അവസ്ഥ. ഈ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ഉള്ള വ്യക്തികളെ സംബന്ധിച്ച് വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു പ്രോബ്ലമാണ് ഈ പെർഫെക്ഷനിസം എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു പെർഫെക്ഷനിസ്റ്റ് ആണോ എന്ന് ചിന്തിച്ചു നോക്കണം. ദേ ആർ ട്രൈങ് ടു പ്രെഡിക്റ്റ് എവറി മാർക്കറ്റ് മൂവ് ആൻഡ് സീക്കിംഗ് പെർഫെക്ഷൻ. ഓരോ മാർക്കറ്റ് മൂവും അവർ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് അടുത്ത മൂവ്മെൻറ്റ് ഇങ്ങനെയാണ്, അപ്പം ഞാൻ ഇതിനകത്തൊരു പെർഫെക്ഷനായിട്ട് ചെയ്യുന്ന ഒരാളാണ്, അപ്പം ഇന്ന് മാർക്കറ്റ് ഇങ്ങനെയേ മൂവ് ചെയ്യത്തുള്ളൂ, എൻ്റെ ഒരു നിഗമനങ്ങൾ ശരിയാണെങ്കിൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് മാർക്കറ്റ് ബുള്ളിഷ് ആയിരിക്കാം അല്ലെങ്കിൽ ബെയറിഷ് ആയിരിക്കാം. അപ്പം അങ്ങനെ അവർ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് അവർ താല്പര്യപ്പെടുന്ന ഒരവസ്ഥ. സത്യത്തിൽ നമുക്കങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാം, അത് ടെക്നിക്കൽ ബേസിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം എന്നല്ലാതെ മാർക്കറ്റിൻ്റെ മൂവിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് വേറൊരു രീതികളുമില്ല. അപ്പം നമ്മൾ ടെക്നിക്കലി അല്ലെങ്കിൽ അനലൈസ് ചെയ്ത ശേഷം ഇതിങ്ങനെ ആവാനുള്ള പോസിബിലിറ്റീസ് ഇത്ര ശതമാനം ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു പെർഫെക്ഷനിസം എന്ന് പറയുന്നത് നിങ്ങളിലുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ ഒരുപാട് ഇനിയുണ്ട് ഇതുപോലെ തന്നെ ഡിസോർഡേഴ്സ് കുറച്ചുകൂടി പറയാനുണ്ട്. പക്ഷേ ഇത് വളരെ ഒരു കട്ടിയുള്ള ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ ഈ ടോപ്പിക് ഇവിടെ നിർത്തുവാണ്. പക്ഷേ നമുക്കിതിൻ്റെ സൊല്യൂഷൻസിനെ കുറിച്ചിട്ട് ഇനി ചിന്തിക്കാം. എന്തൊക്കെയാണ് ഇത് ചേഞ്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ മാറ്റാനായിട്ട്. ഇപ്പം നമ്മളൊരു 4 ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ടല്ലേ പറഞ്ഞത്. അപ്പം അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ പറയാം. അപ്പം അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇനി വരുന്നൊരു അടുത്ത 4 പോയിന്റ് അടുത്ത വീഡിയോയിൽ പറയാം. അതിനെ ഓവർകം ചെയ്യുന്ന രീതികളും അങ്ങനെ പറയാം. നമുക്കറിയാം, ഇങ്ങനെയുള്ള മെൻ്റൽ ഡിസോർഡേഴ്സിനെ വ്യക്തമായിട്ട് ചെക്ക് ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് അത് വലിയ വില കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കറിയാം ജെസ്സി ലിവർമോർ, നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ജെസ്സി ലിവർമോറിൻ്റെ അവസാന നാളുകളൊക്കെ എത്രമാത്രം ഹൃദയഭേദകമായിരുന്നു എന്നുള്ള കാര്യം. അതായത് ജെസ്സി ലിവർമോറിനെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഡിപ്രഷനാണ് മെയിനായിട്ട് സംഭവിച്ചത്. കാരണം ഡിപ്രഷൻ എന്ന് പറയുമ്പോഴേ ഓർത്തോളുക, ഡിപ്രഷന് പിന്നിൽ വരുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലോസസ് ആണ്. അപ്പം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലോസസ് വരുന്നുണ്ടോ, നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. അത് നിങ്ങളെ ഡിപ്രഷനിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ പല ഈ റീൽസിലൊക്കെ കാണുന്നത് പോലെ ഡിപ്രഷൻ എപ്പോഴും നമ്മളിങ്ങനെ കേൾക്കുന്നത് കൊണ്ട് അതൊരു ഈസി വേർഡായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. അതൊരു വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇവയൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലും ഇതിന് നമ്മൾ സോൾവ് ചെയ്യുക എന്ന് പറയുന്ന കാര്യം ഇൻഡിവിജ്വലി ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ സിവിയർ ആയിട്ടുള്ള ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ഒരു മെൻ്റൽ ഹെൽത്ത് എക്സ്പെർട്ടിൻ്റെ ഹെൽപ്പ് തേടേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മെൻ്ററെ സമീപിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നിങ്ങൾ സ്വയം ഇരുന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, എനിക്ക് ഡിപ്രഷനിലൂടെ ഈ സിംറ്റംസ് ഉണ്ടോ, അതായത് എനിക്ക് പ്രതീക്ഷയില്ലാത്ത ഒരു അവസ്ഥയുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഇറിറ്റബിൾ ആണോ, ഇറിറ്റേഷൻ കാണിക്കുന്ന ഒരു പേഴ്സണാലിറ്റി എനിക്കുണ്ടോ. അപ്പോൾ അത് ഈ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇറിറ്റേഷൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഒരാൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വീട്ടിൽ തന്നെ ഓഫീസ് സെറ്റ് ചെയ്ത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ചെറിയ 2 കുട്ടികളുണ്ട്. ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പം നമുക്ക് എപ്പോഴും അറിയാം, അവരുടെ മുഖത്ത് നോക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ സത്യത്തിൽ നമ്മൾ മറക്കുക അല്ലേ, മറന്നു പോകുന്ന ഒരു സ്റ്റേജാണ് ചെറിയ കുട്ടികളുടെ ചിരി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂസ്ലി ലോസസ് വന്ന് ആകെ ഡിപ്രഷൻ സ്റ്റേജിലിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് കുട്ടികൾ അടുത്ത് വന്നപ്പോഴേക്കും എന്താ സംഭവിച്ചത്, ഭയങ്കരമായിട്ടും കുട്ടികളോട് ഷൗട്ട് ചെയ്യുന്ന ഒരു സ്ഥിതി, കുട്ടികൾ പേടിച്ച് പോകുന്ന രീതിയിലൊരു ഷൗട്ടിങ്. അങ്ങനെ നമ്മുടെ വീട്ടിലെ ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയറിനെ സ്പോയിൽ ചെയ്തുകൊണ്ട് നമ്മൾ ലൈഫിൽ എന്ത് നേടിയിട്ടും അത് കാര്യമില്ലല്ലോ. സോ അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക, നമ്മൾ ഈ ഒരു ഇറിറ്റേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഡിപ്രഷൻ്റെ അവസ്ഥയാണ്, നമ്മൾ അനുഭവിക്കുന്ന ഒരു മെൻ്റൽ ഡിസോർഡറിൻ്റെ ഒരു അവസ്ഥ കാരണമാണ് കൊച്ചുകുട്ടികളോട് നമുക്ക് അങ്ങനെ പെരുമാറാൻ തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് തിരിച്ചറിയുന്നിടത്താണ്, തിരിച്ചറിഞ്ഞാൽ തന്നെ നമ്മൾ പകുതി വിജയിച്ചു. പിന്നെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഈ ഡിപ്രഷൻ്റെ പല സ്റ്റേജിലൂടെ കടന്നു പോയിട്ടും അത് നോട്ടീസ് ചെയ്തിട്ടും അത് പുറത്തു പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം വന്നതുകൊണ്ട് സൂയിസൈഡ് ചെയ്യേണ്ട വന്ന ഒരാളാണ് ജെസ്സി ലിവർമോർ എന്ന് പറയുന്ന ദ ഗ്രേറ്റ് ട്രേഡർ. അതായത് അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയിൽ, ലൈഫ് സ്റ്റോറിയിൽ അതൊക്കെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന് ഡിപ്രഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്.
അതായത് കണ്ടിന്യൂസ്ലി ഫിനാൻഷ്യൽ ലോസസിലേക്ക് കടന്നപ്പോൾ, അതായത് ജീവിത പങ്കാളിയുടെ കയ്യിൽ നിന്ന് പോലും വളരെ തിക്തമായിട്ടുള്ള പ്രോബ്ലംസ് അദ്ദേഹത്തിന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം ലൈഫിൽ അത്രമേൽ സക്സസ് ആയ ഒരു വ്യക്തിയുടെ പതനം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്കുള്ള ഒരു ആഘോഷമാണല്ലോ. അപ്പം അങ്ങനെ വന്ന സമയത്ത് ലൈഫ് പാർട്ട്ണർ പോലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം. പല കാലഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് തുറന്ന് പറയാനോ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു മെൻ്റൽ സപ്പോർട്ട് എടുക്കാനോ സാധിച്ചിരുന്നുവെങ്കിൽ ലോകം കണ്ട ഗ്രേറ്റ് ട്രേഡറായ ജെസ്സി ലിവർമോർ അങ്ങനെ ഒരു ദാരുണ അന്ത്യത്തിലേക്ക് പോകേണ്ടതായിട്ട് വരില്ലായിരുന്നു. സോ അതൊക്കെ വളരെ വലിയ വലിയ കാര്യങ്ങളാണ്. നമ്മളിവിടെ പറയുന്നത് ചെറിയ കാര്യത്തെക്കുറിച്ചിട്ടാണ്. നമ്മുടെ ചെറിയ ഒരു ട്രേഡിംഗ് റൂമിലിരുന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ടോ അത് ചിന്തിച്ച് നോക്കുക. ഇതിനെയൊന്നും നമ്മൾ വളരെ കുറഞ്ഞ കാര്യങ്ങളായിട്ട് കാണാതിരിക്കുക. ഇപ്പോൾ ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ടോ, പ്രതീക്ഷയില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ കമ്പൾസീവ് ഒബ്സസീവ് ഡിസോർഡേഴ്സ് ഉണ്ടോ, അതായത് നമ്മൾ റീചെക്ക് ചെയ്യുന്നുണ്ടോ, വീണ്ടും വീണ്ടും സിസ്റ്റംസ് റീചെക്ക് ചെയ്യുക, എടുത്ത ട്രേഡിനെ പിന്നെയും പിന്നെയും നമ്മൾ നോക്കുക കൺഫേം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആകാനായിട്ട്. പിന്നെ അതുപോലെ പെർഫെക്ഷനിസത്തിൻ്റെ ലക്ഷണങ്ങൾ നമ്മളിലുണ്ടോ, അതായത് മാർക്കറ്റിനെ പ്രഡിക്റ്റ് ചെയ്തിട്ട് ഞാൻ പ്രഡിക്റ്റ് ചെയ്ത മാർക്കറ്റാണ് കറക്റ്റ്, ആ ഒരു രീതിയിലേക്ക് പെർഫെക്റ്റ് ആക്കാനായിട്ട് നോക്കുന്നുണ്ടോ. അതുപോലെ തന്നെ ആങ്സൈറ്റി ഉണ്ടോ. ആങ്സൈറ്റി എന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞു ക്വസ്റ്റ്യൻസ്, ഓവറായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു സ്ഥിതി, നിങ്ങളോട് തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ഒരു ട്രേഡിന് മുമ്പ് ചോദിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് തേടേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ വളരെ ചെറിയ രീതിയിലാണ് അഫക്റ്റ് ചെയ്ത് സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിനെ ഓവർകം ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. കണ്ടിന്യൂസ്ലി മെഡിറ്റേഷൻ എടുക്കുക. അപ്പം മെഡിറ്റേഷനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ട്രേഡേഴ്സ് ചെയ്യേണ്ട ചില മെഡിറ്റേഷൻ രീതികൾ. അതുപോലെ തന്നെ വർക്കൗട്ട്, മെഡിറ്റേഷൻ, അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളിലോട്ട് കൂടി നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം ഈ ഒരു ഫീൽഡിൽ നിൽക്കാനായിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ ഒരു വിജയകരമായി മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. എൻ്റെ ട്രേഡിംഗ് ലൈഫിൽ എനിക്ക് മെൻ്റൽ ഹെൽത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആപ്റ്റായിട്ട് തോന്നിയൊരു മെത്തേഡാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മെഡിറ്റേഷൻ എല്ലാ ട്രേഡേഴ്സും ഉറപ്പായിട്ടും മെഡിറ്റേഷൻ എന്നുള്ളൊരു രീതിയിൽ നിന്ന് പരിശീലിച്ച് നോക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ഈ ഒരു സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് പറയുമ്പോൾ കുറച്ചൊരു സീരിയസ് ഫാക്ടേഴ്സ് ആണെങ്കിൽ പോലും ഇത് സീരിയസ് തന്നെയാണ്. നിങ്ങൾക്കത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് സീരിയസ് തന്നെയാണ്. അപ്പം ഞാനതിനെ വില കുറച്ചിട്ട് കാണുന്നില്ല. കാരണം ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പം എല്ലാവരും വളരെ കെയർഫുൾ ആയിട്ടുള്ള രീതികളിൽ അതിനെ മനസ്സിലാക്കുകയും ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ജേർണി ആശംസിക്കുന്നു.